ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ചാനൽ സെറ്റിങ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പുതിയൊരു ചാനലൊക്കെ തുടങ്ങി ചാനൽ ഒന്ന് ഗ്രോ ആയി വരണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ ചാനലിലേക്ക് വരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചാനൽ കീവേഡ്സ് എന്നുള്ളത്. നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോക്ക് നമ്മൾ നല്ല നല്ല കീവേഡ്സ് നൽകാറുണ്ട്. ടൈറ്റിലായാലും ടാഗിലായാലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലായാലും ഒക്കെ നല്ല കീവേഡ്സ് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോക്ക് നൽകാറുള്ളത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാനൽ കീവേഡ്സ് എന്നുള്ളതും. ചാനൽ കീവേഡ്സ് ശരിയായ രീതിയിൽ നൽകിയാൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ ആവുകയുള്ളൂ. നമ്മുടെ ചാനലിലേക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ കീവേഡ്സ് നൽകണം. അപ്പോൾ ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല ചാനൽ കീവേഡ്സ് എന്താണ്, ചാനൽ കീവേഡ്സ് എവിടെ നൽകുക എന്നുള്ളത്. ഒരാളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം യൂട്യൂബിൽ സെർച്ച് ചെയ്യാണ്. ആ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അയാൾക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സെറ്റിങ്സിൽ ചാനൽ കീവേഡ്സ് ശരിയായ രീതിയിൽ നൽകണം. അപ്പോൾ ചാനൽ കീവേഡ്സ് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ചാനൽ കീവേഡ്സ് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ചാനൽ കീവേഡ്സ് നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നൽകേണ്ടത് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ശരിയായ രീതിയിൽ ആദ്യം നൽകുക. അതിനുശേഷം ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള രീതിയിൽ നമ്മുടെ ചാനലിന് ഇപ്പോൾ ഒരു 2 വേർഡ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ 3 വേർഡ്സൊക്കെ ഉള്ള ചാനൽ നെയിമുകൾ ആളുകൾ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ ആ ഒരു ചാനൽ കീവേഡ്സിൽ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകളെക്കുറിച്ച്, അതായത് നമ്മുടെ ചാനലിൽ എന്ത് കണ്ടൻറ്റുകളാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വേർഡ്സും നമ്മുടെ ചാനൽ സെറ്റിങ്സിൽ കീവേഡായിട്ട് നൽകണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കീവേഡ്സുകൾ നൽകിയാൽ മാത്രമേ നമ്മുടെ ചാനൽ മുൻപോട്ട് ഗ്രോ ചെയ്ത് പോവുകയുള്ളൂ. കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കീവേഡ്സിൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂട്യൂബിന് ചാനൽ കീവേഡ്സ് നൽകുക എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചാനൽ കീവേഡ്സ് നൽകാൻ സാധിക്കും. കാരണം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഏറ്റവും താഴെയുള്ള ആ സൈഡിലായിട്ട് കാണുന്ന അതിൽ നിന്നും യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ചാനൽസ് എന്ന് കാണാം. ചാനൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കീവേഡ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡ്സൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തീരെ കീവേഡ്സ് കൊടുക്കാത്ത ഒരാൾക്കും അവിടെ ബ്ലാങ്ക് ആയിട്ട് കീവേഡ്സ് കൊടുക്കാനുള്ള ഒരു കള്ളി കാണാം. ആ ഒരു ബോക്സിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സ്, ഈ പറഞ്ഞ പോലെയുള്ള കീവേഡ്സൊക്കെ നമുക്ക് നൽകാം. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കീവേഡ്സ് നൽകുക. ആളുകൾ ഏറ്റവും സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള, അതായത് നമ്മുടെ ചാനലിൽ ഇടുന്ന കണ്ടൻറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വേർഡ്സ് മാത്രം ആ കീവേഡ്സിൽ നൽകി അതിനുശേഷം സേവ് അമർത്തുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കീവേഡ്സ് അവിടെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതുപോലെ നമ്മൾ ചാനൽ കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ചാനൽ കുറച്ച് സെറ്റായി വരികയാണ്, അതായത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഗ്രോ ആയി വരികയാണ്, പല നമ്മുടെ വീഡിയോസും സെർച്ചബിളായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ഈ ഒരു കീവേഡ്സ്, ഈ കൊടുത്ത കീവേഡ്സ് ഒരിക്കലും മാറ്റാനേ പാടില്ല. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ചാനൽ ചിലപ്പോൾ ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ അറിവ് ഇത്രയും മാത്രമാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.